കൂട്ടുകാരെല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ ചോറിനും ചപ്പാത്തിക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കറിയുടെ റെസിപ്പി നോക്കാം കേട്ടോ. പരിപ്പൊന്നും ചേർക്കാതെ ടേസ്റ്റി ആയിട്ട് കുറഞ്ഞ ചേരുവകൾ വെച്ച് തയ്യാറാക്കുന്ന ഈ കറിയുടെ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ട് അഭിപ്രായം പറയൂ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും കൂടി മറക്കണ്ട കേട്ടോ. ഇനി നമുക്ക് വേണ്ട ചേരുവകൾ പഴുത്ത തക്കാളിയും പച്ചമുളകും, ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും, പിന്നെ 1-2 വെളുത്തുള്ളി അല്ലിയും, പിന്നെ ചുവന്നുള്ളിയാണ്. ചെറിയ ഉള്ളിയാണ് ഞാൻ ചേർക്കുന്നത്. ചെറിയ ഉള്ളി ചേർത്താൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. വലിയ ഉള്ളി ചേർത്താലും കുഴപ്പമില്ല കേട്ടോ. ഇനി നമുക്ക് കറി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇഷ്ടമുള്ളവർക്ക് ചെറിയ ജീരകം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് ഒരല്പം ജീരകപ്പൊടി ലാസ്റ്റ് ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കടുക് മാത്രമേ എണ്ണയിലൊന്ന് പൊട്ടിച്ചെടുക്കുന്നുള്ളൂ. ഓരോരോ ഫ്ലേവറിനനുസരിച്ച് ചെയ്യാം. ഇനി നമുക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും ഒന്ന് ചെറിയ പീസുകളാക്കി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ എരിവിനാവശ്യത്തിനുള്ള പച്ചമുളക്, മുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. അത് നോക്കിയിട്ട് ചെയ്താൽ മതി കേട്ടോ. കൂടുതൽ മുളക് പൊടി ചേർക്കാതെ ഉണ്ടാക്കിയാലാണ് നല്ല ടേസ്റ്റ്. പച്ചമുളക് എരിവുള്ളത് കീറിയിട്ടു. ചെറിയുള്ളി ഒന്ന് നൈസായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടിട്ടു. ചതയ്ക്കാതെ തന്നെയാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. ചതച്ചിട്ട് വേണമെങ്കിലും ചേർക്കാം. സവാള ചേർക്കുന്നവർക്ക് അങ്ങനെയും കൂടി ചേർക്കാം. ഇനി നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. നല്ലപോലെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഫ്ലേവറൊക്കെ ഒന്ന് ഇറങ്ങി വരുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇങ്ങനെ വഴന്നു വന്നു കഴിഞ്ഞാൽ പഴുത്ത തക്കാളി ഒന്ന് കട്ട് ചെയ്തെടുത്ത് വെച്ചത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. വലിയ പീസുകളാക്കിയിട്ട് തന്നെയാണ് ഞാനിതിലേക്ക് ചേർത്തത് കേട്ടോ. ഒന്ന് ചെറുതായിട്ടൊന്ന് പീസുകളായി കിടക്കുന്നത് നല്ലൊരു ടേസ്റ്റാണ് കറിയിലേക്ക്. അതുകൊണ്ടാണ്. ഇനി അലിയിച്ച് ചേർക്കേണ്ടവർക്ക് നൈസായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് വെളിച്ചെണ്ണയിലൊന്ന് വഴറ്റിയെടുക്കാം. ഞാൻ ഇതേപോലെയാണ് ചെയ്തത്. നല്ല പഴുത്ത തക്കാളി ആയതുകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടും പെട്ടെന്ന് തന്നെ കേട്ടോ. അത്യാവശ്യം നന്നായിട്ടൊന്ന് വഴന്നു കണ്ടില്ലേ. ഒരല്പമൊക്കെ ഉടയാതെ കിടക്കുന്നുണ്ട്. വേണ്ടവർക്ക് ഉടയ്ക്കാം. ഞാനിങ്ങനെ ഉടയാതെയാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. കൂടുതൽ പൊടികളൊന്നും ചേർക്കണില്ല കേട്ടോ. കാശ്മീരി ചില്ലി പൗഡറാണ് ആദ്യം ചേർത്തിട്ടുള്ളത്. പച്ചമുളക് എരിവുള്ളതായതുകൊണ്ട് തന്നെ കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും ഒരല്പം മുളക് പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പൊടിയുപ്പ് ഒരല്പം ചേർത്താൽ മതി കേട്ടോ. ഇനി ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കാം. പിന്നെ ഒരല്പം ഗരം മസാലയും ഒരു നുള്ള് ജീരകപ്പൊടിയും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ. അത് വീഡിയോയിൽ വന്നിട്ടില്ല. ഒരല്പം ചേർത്താൽ മതി. കൂടുതൽ ആ ഫ്ലേവറിങ് കൂടി നിൽക്കണ്ട. ഇനി കുറച്ച് കറിവേപ്പിലയൊക്കെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഈ പൊടിയുടെയൊക്കെ പച്ചമണം ഒന്ന് വഴറ്റി മാറ്റിയെടുക്കാം. അത്യാവശ്യം തക്കാളിയിലേക്ക് ഉള്ളിയിലേക്കൊക്കെ ഒന്ന് വഴന്ന് പിടിച്ചിട്ടുണ്ട്. ഉപ്പൊക്കെ പാകമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ ഒന്ന് വഴന്ന് തെളിഞ്ഞു വന്നു. എണ്ണയൊക്കെ കുറച്ച് കളറും മാറിയിട്ടുണ്ട്. പച്ച ചൊവയൊക്കെ ഒന്ന് മാറി വന്ന ഈ സമയത്ത് നമുക്കിതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ അല്പം വെള്ളം ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് അരച്ച് വെച്ചു. നല്ല പേസ്റ്റായിട്ട് അരച്ചിട്ട് അതൊന്ന് ഒഴിച്ച് അതിൽ പച്ച ടേസ്റ്റ് മാറാനൊന്ന് വീണ്ടും ഒന്ന് വഴറ്റി പാകത്തിന് വെള്ളം ഒഴിക്കാം. മിക്സിയുടെ ജാറ് കഴുകിയിട്ട് അതിലേക്കുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. കൂടുതൽ വെള്ളം പോലെ കറി നന്നല്ല കേട്ടോ. ഒന്ന് കുറുകി വരണം. നോക്കിയിട്ട് ഒഴിച്ചാൽ മതി. ഉപ്പൊക്കെ പാകമുണ്ടോയെന്നൊക്കെ നോക്കണം. ഒന്ന് തിളച്ചൊന്ന് കുറുകി വന്നാൽ മതി. ഒരല്പസമയം കൊണ്ട് തന്നെ കറി തയ്യാറാക്കിയെടുക്കാം. നല്ല ടേസ്റ്റാണ്. വളരെ സിമ്പിളാണ്. നമുക്ക് കൂടുതലൊന്നും വെജിറ്റബിൾസിൻ്റെ ഒന്നും ആവശ്യമില്ല. ചപ്പാത്തിയുടെയും ചോറിൻ്റെയും കൂടെയൊക്കെ സൂപ്പറാണ് കേട്ടോ. എല്ലാവരുടെയും അഭിപ്രായം പറയൂ.